ഇപ്പോൾ വലിയൊരു ഷോപ്പിംഗ് മാൾ പണിതാൽ അത് നടക്കില്ലെന്ന് അറിയില്ലോ. നടന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല. അത് മടിയന്മാരാണ് ചിന്തിക്കുക. ഞാൻ മടിയനല്ല, ഞാൻ അധ്വാനിയാണ്. അപ്പോൾ അധ്വാനിക്കണം എന്ന് തന്നെയാണ് കാലത്ത് മുതൽ രാത്രി ഞാൻ പ്ലാൻ ചെയ്യും. നാളെ എന്താ പരിപാടി, അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള തീരുമാനം നമ്മൾക്കുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഭരിക്കുന്നവരുമായിട്ടുള്ള ബന്ധം ആദ്യം സ്ഥാപിക്കണം. അല്ലെങ്കിൽ ആ ടൈമിന് ഡെയിലി എഴുന്നേറ്റ് ജോലിക്ക് വന്നോളൂ. ഇപ്പം ഞാനിപ്പോൾ വരുന്നമാതിരി ഞാനും എൻ്റെ സഹപ്രവർത്തകരൊപ്പം ഞാനും ഉണ്ടാവും. ചിലപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ഞാൻ വന്നിരിക്കും. കാരണം അതവർ ടൈമിന് വരാൻ വേണ്ടിയിട്ടാണ്. ഭാര്യപ്പെട്ട ഉള്ളവരാണെങ്കിൽ ഞാൻ പറയും ചുരുങ്ങി ജീവിച്ചിട്ട് ഫാദറിനും മദറിനും അയച്ചു കൊടുക്കണം. നിങ്ങളിവിടെ ലാവിഷായിട്ട് ജീവിച്ച് കാശ് ചിലവാക്കി കളഞ്ഞിട്ട് പിന്നെ കടം മേടിച്ച് അയക്കാൻ നിൽക്കരുത്. കാണുന്ന സമയത്ത് ഉപദേശം അതിന് ഫാദർ മദറിന് കാശ് അയച്ചു കൊടുക്കാൻ ഞാൻ എപ്പോഴും പറയും. നമ്മൾ കച്ചവടം ചെയ്യുന്ന ആ രാജ്യത്തിലെ പൊളിറ്റിക്സും ആ രാജ്യത്തിലെ സ്ഥിതിഗതികളും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രെഡ്, അതുപോലെ കോൺഫ്ലേക്സ് വിത്ത് മിൽക്ക്, അതുപോലെ ചീസ്, അതൊന്നും എനിക്ക് തൃപ്തില്ല. എനിക്ക് കാലത്ത് പൂട്ട് പഴം, അതല്ലെങ്കിൽ ഇഡ്ഡലി. അപ്പം ഇന്ന് കാലത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇഡ്ഡലി, അത് സാമ്പാർ. ജീവിതത്തിൻ്റെ 80% ആണുള്ളൂ 50 വയസ്സ്. ഇപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ ഒരു എത്ര ദൈവമാണ് നിശ്ചയിക്കുന്നത് എപ്പം മരിക്കുന്നു. പക്ഷെ ഒരു ആവറേജ് ഒരു 70-75 അല്ലേ? അപ്പോൾ 50 കൊല്ലം ആണ് ഈ രാജ്യത്ത്. ഞാൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹിസ് ഹൈനസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അവരുടെ അടുത്ത് പോയി ഈ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹൈനസ്, ഞാൻ ഈ ഡിസംബർ 1973 ഡിസംബർ 31 ഞാൻ വന്നു. ഈ 2023 ഡിസംബർ 31 ഞാൻ 50 കൊല്ലം തികയാണ്. അപ്പോൾ ഹൈനസ് എന്നോട് പറഞ്ഞത്, വി ആർ ലക്കി ടു ഹാവ് യു ഹിയർ. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. ഈ പാസ്പോർട്ട് കാണിച്ചു കൊടുത്ത് കണ്ട, ഫസ്റ്റ് പാസ്പോർട്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പാസ്പോർട്ട്. ഇതാണ് കൊടുത്തേക്ക് പഠിക്കുന്നത്. ഇതിൽ രഹസ്യമൊന്നുമില്ല. അതാ അല്ല, അവർക്കൊന്ന് ഫസ്റ്റ് പാസ്പോർട്ട് കണ്ടോട്ടെ. ബോംബെ സീപോർട്ടിൽ നിന്ന് അതാ നോക്കിയാണ്. 26 ഡിസംബറിൽ ഷിപ്പിൽ പോന്നു. 31 ഡിസംബർ 1973 26 അവിടെ നിന്ന് പോന്നു. 26, 27, 28, 29, 30, 31 6 ദിവസം പിടിച്ചു ഇവിടെ എത്താൻ. പിന്നെ അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഇവിടെ എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു എന്നെ റിസീവ് ചെയ്യാൻ, MK അബ്ദുല്ല സാഹിബ്. അദ്ദേഹവുമായി എൻ്റെ അങ്കിൾ ഫാദറിൻ്റെ ബ്രദറാണ്. അദ്ദേഹവുമായിട്ടാണ് അബുദാബിയിൽ. അന്ന് സിംഗിൾ റോഡാ. ഈ സിംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിളല്ല, സിംഗിൾ. അതെങ്ങനെ ഒരു വണ്ടി വരുമ്പോൾ കവർ ചെയ്യണമെങ്കിൽ വളരെ സ്ലോ ചെയ്ത് സൈഡിലേക്ക് മാറ്റി അങ്ങനെയൊക്കെയാണ് വരിക. 4 മണിക്കൂർ പിടിച്ചെന്നു. അന്ന് ഡബിൾ റോഡിൻ്റെ പണി ആരംഭിക്കുകയാണ്. ഞാൻ ഇവിടെ എത്തിയത്. ദുബായിൽ ഇറങ്ങിയിട്ട് ഷിപ്പ് ദുബായിലേ വരുള്ളൂ. റാഷിദ് പോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ അബുദാബിയിൽ വന്ന്. അന്ന് ടൊയോട്ട ബ്ലൂ കളർ സ്റ്റൗട്ട് 21675 എന്നാണ് നമ്പർ. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്.
ആ ടൊയോട്ട പിക്കപ്പ് സ്റ്റൗട്ടിലാണ് ഇവിടെ വന്നത്. അന്ന് മുതലുള്ള ജേർണിയാണ്. ഇപ്പോൾ ഇവിടെ നിരക്കെത്തി ഒരു റിഗ്രറ്റില്ല. എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ രാജകുടുംബം, അബുദാബി രാജകുടുംബം, UAE രാജകുടുംബം തന്നിട്ടുണ്ട്. എൻ്റെ പഴയ വീട്ടിൽ വന്നപ്പോൾ പ്രസിഡൻറ്റ് അന്ന് ക്രൗൺ പ്രിൻസ് ആയിട്ടില്ല, ഡെപ്യൂട്ടി ക്രൗൺ പ്രിൻസ് ആയിട്ടില്ല. അന്ന് അദ്ദേഹം വന്ന് എനിക്ക് അതിന് ശേഷം സ്ഥലം തന്നു, വീട് പണിയാൻ സ്ഥലം തന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം മുഷരിഫ് മാള് 38-40, ഇപ്പോൾ കുറച്ചും കൂടി സ്ഥലം കൂടുതൽ തന്നു പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഖാൽദിയ മാൾ പണിയാൻ ലാൻഡ് തന്നു. അതിന് കാശ് ബാങ്കിൽ പറഞ്ഞ് അതിൽ നിന്ന് കാശും തന്നു പണിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് റെവല്യൂഷണറി സ്റ്റെപ്പ് എന്ന് പറയാൻ ഒരുപാട് റിസ്കോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മളെത്തിയത്. കാരണം ഇപ്പോൾ വലിയൊരു ഷോപ്പിംഗ് മോൾ പണിതാൽ അത് നടക്കില്ലെന്ന് അറിയില്ലോ. നടന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി. പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല. നടക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഖാൽദിയ മോൾ പണിതു, ഗിസൈസിൽ ഹൈപ്പർ മാർക്കറ്റ്. ഇന്നത്തെ കാലത്ത് ദുബായിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഗിസൈസ്. അന്ന് ഷെയ്ഖ് മക്തൂമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് ഷെയ്ഖ് മക്തൂം ഇപ്പോഴത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ, ഡെപ്യൂട്ടി റൂളറും ഫൈനാൻസ് മിനിസ്റ്ററുമായ, ഡെപ്യൂട്ടി റൂളർ, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഫൈനാൻസ് മിനിസ്റ്റർ അത് ഷെയ്ഖ് മുഹമ്മദിൻ്റെ മകൻ. പുള്ളിയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഹൈപ്പർ മാർക്കറ്റ് ഇല്ലേ, ഷെയ്ഖ് മക്തൂം ഉദ്ഘാടനം ചെയ്തത്. അത് ഇവിടെ ഫസ്റ്റ് 1989-90 ആ യുദ്ധത്തിൻ്റെ സമയത്തിന് ഇവിടെ ഏറ്റവും വലുത് എയർപോർട്ട് റോഡ്, ഹൈപ്പർ ബിഗ് സൂപ്പർ മാർക്കറ്റ്. അന്ന് സൂപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. എന്താ ചോദിച്ചത്? ആദ്യം ഇവിടെ വന്നിട്ട് ഏത് ജോലിയിലേക്കായിരുന്നു? ആദ്യം എൻ്റെ അങ്കിളിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ, ഷോപ്പ് നമ്പർ 123. അവിടെയാണ് ഞാൻ ആരംഭിച്ചത് നമ്മുടെ കരിയർ. അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പല സ്ഥലത്തുനിന്ന് വരുത്തി ആൾക്കാർ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ആ സാധനം കൊണ്ടുവന്ന് നമ്മളെ തന്നിട്ട് അത് വിൽക്കലായിരുന്നു മാർക്കറ്റിൽ. അതിങ്ങനെ ആലോചിച്ച് ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയിൽ പോയി, അതിനുശേഷം ഹോങ്കോങ്ങിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, സിംഗപ്പൂർ പോയി. അപ്പോൾ അവിടെയൊക്കെ വളരെ വലിയ ഷോപ്പിങ്ങാണ് ആൾക്കാർ. അതിന് ശേഷം പിന്നെ ഞാൻ യൂറോപ്പിൽ പോയി. അനൂഗ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതുണ്ട്, അത് ഫെയർ, അനൂഗ ഫെയർ, ഫുഡ് വേൾഡിലെ ഏറ്റവും വലിയ ഫുഡ് എക്സിബിഷനാണ്. അവിടെ പോയി അനൂഗ, ജർമ്മനിയിൽ ബോണിൽ താമസിച്ചിട്ട് ഈ കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പോയി ഒരുപാട് ഫുഡ് എക്സ്പോർട്ടേഴ്സായിട്ട് കണ്ടു. അവിടെ നിന്ന് നേരെ ആംസ്റ്റർഡാമിൽ പോയി. ആംസ്റ്റർഡാമിൽ നിന്ന് കോപ്പൻഹാഗനിൽ പോയി. കോപ്പൻഹാഗനിൽ ഫ്രാൻസിൽ പോയി. ഫ്രാൻസിൽ പാരീസിൽ ഇറങ്ങിയിട്ട് ചെത്തോലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെയൊക്കെ ഈ സപ്ലൈസായിട്ട് കാണുകയും സാധനങ്ങൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വിൽക്കാൻ പറ്റാവുന്ന സാഹചര്യം നോക്കുകയായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയൻ അംബാസഡർ 2-3 മാസം മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഓസ്ട്രേലിയയിൽ കൂടുതൽ സാധനം ഇമ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഓസ്ട്രേലിയയിൽ വരണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വയസ്സെത്രയായി? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു 48 വയസ്സായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 8 സെപ്റ്റംബർ 1983 ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രദീപ് ദാദാ, കാരണം എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഇല്ലാണ്ട് പറയരുതെന്ന് എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷുഡ് ബി
ഡോക്യുമെൻറ്റഡ് ശരിയല്ലേ? എല്ലാം കാര്യം രഹസ്യമൊന്നുമില്ല. ഓസ്ട്രേലിയയിൽ കണ്ട എൽവിസിന് സംശയമുള്ള ആളാണ് പുള്ളിക്ക് അടുത്ത് കണ്ട ഡേറ്റ്. അപ്പോൾ എത്ര കൊല്ലം മുമ്പെന്ന് ആലോചിക്കണം നിങ്ങൾ. അപ്പം എനിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും പ്രദീപേ? എത്രയാണ്? 28ാമത്തെ വയസ്സിൽ ഞാൻ പോയി കച്ചവടം ചെയ്യാൻ. പ്രൂഫാണ് അത്. ഓസ്ട്രേലിയയിൽ പോയി. അല്ല, ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അല്ല, എക്സ്പാൻഷൻ അവിടെ നിന്നാണ് ഹൈപ്പർ മാർക്കറ്റ് ഐഡിയ വന്നത്. അന്ന് തന്നെ ഞാൻ ഹോങ്കോങ്ങിൽ പോയി. എവിടെ പ്രദീപ്? ഇതൊക്കെ ഡോക്യുമെൻറ്റഡാ. ഹോങ്കോങ് ഇതാ ഹോങ്കോങ്ങിൻ്റെ നോക്കിയേ. പിന്നെ ഹോങ്കോങ്ങിന് എന്താണ്? ഞാൻ ഹോങ്കോങ്ങിൽ പോയിട്ട് ഹോങ്കോങ്ങിൽ നിന്നാണ് അന്ന് സിഡ്നിക്ക് പോയത്. സിഡ്നി, ബ്രിസ്ബൻ, പെർത്ത് അവിടെയൊക്കെ പോയി ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ലാമ്പ് മീറ്റ് വരുന്നത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിരുന്നു. ഇല്ല, എൻ്റെ ഒപ്പം ആരും ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു, ബാഗും കൈ പിടിച്ച്. അന്നിവിടെ 99% സാധനങ്ങളും ഇമ്പോർട്ടാണ്. അപ്പോൾ അത് സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ ഞങ്ങൾ എടുക്കാറ്. അപ്പോൾ അത് എന്തുകൊണ്ട് സ്വന്തം ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾക്കും പുറത്തുള്ള സപ്ലൈ ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയയിൽ നിന്ന് അന്ന് ആട്ട മൈദൊക്കെ ഇപ്പോൾ പൊടി ഉണ്ടാക്കുകയാണ് ദുബായിലും അവിടെ അബുദാബിയിലൊക്കെ. ആട്ട മൈദ അന്ന് മുഴുവൻ വാട്ടർ വീൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അവരായിരുന്നു. റോളർ ഫ്ലവർ ആൻഡ് ആട്ട ഫ്ലവർ ഓസ്ട്രേലിയയിൽ നിന്ന്. വീറ്റ് ഫ്ലവർ ആൻഡ് റോളർ ഫ്ലവർ എന്ന് പറഞ്ഞാൽ മൈദ. അന്ന് ഐ എം ടോക്കിംഗ് അബൌട്ട് 1980, 1975, 1980. ഇന്ന് കാണുന്ന ഈ വിശ്വപൗരനിലേക്കുള്ള വളർച്ചയ്ക്ക് അന്നത്തെ യാത്രകൾ ഗുണകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് അല്ലെങ്കിൽ യാത്ര ചെയ്താൽ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴും അതിനെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾക്ക് അവസരമുണ്ടാകുന്നത് യാത്ര ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ യാത്ര കൊണ്ട് അതിന് ശേഷമാണ് ഞാൻ അനൂഗ എക്സിബിഷനിൽ പോയത്. പ്രദീപ് ജർമ്മനി കോളൻ. അപ്പോൾ ഞാൻ അന്ന് ഹോങ്കോങ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. പിന്നെ യൂറോപ്പിലേക്ക് പോയി. അപ്പോൾ ഇന്നൊക്കെ ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ വലിയ പ്രൊജക്റ്റ്. ആൾക്കാർ യൂറോപ്പിൽ വളരെ കുറച്ച് ആൾക്കാർ കയറണുള്ളൂ, ഇടയ്ക്കും തലയ്ക്കാണ്. കാരണം അവിടുത്തെ പോപ്പുലേഷൻ അവിടുത്തെ അതനുസരിച്ച് ഇവിടെ നടക്കുമോ എന്ന്. അങ്ങനെയാണ് ഗിസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഫാക്സ് ഇല്ല, അന്ന് ടെലക്സ് തന്നെ വന്നിട്ടുള്ളൂ. ഇൻ്റർനെറ്റ് ഇല്ല, ടെലിഫോൺ മൊബൈലില്ല. അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാവുന്നൊരു കാലഘട്ടം ഒന്നുണ്ടായിരുന്നു. അത് നടക്കുകയോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാലും പിന്നെ റിസ്ക് എടുക്കുക. നടക്കുകയോ ഇല്ലേ എന്നുള്ളത് നടത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മളൊരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് അതവിടെ നടക്കുമോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നടത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഒരു പക്ഷെ ഫെയിലാവും, ഒരു പക്ഷെ നടക്കും. അല്ലല്ല, എന്തെങ്കിലും ആവണം.
അല്ലാതെ വെറുതെ ഇന്നും ഞാൻ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. ഈ പ്രായത്തിലും ഞാൻ വെറുതെ ഇരിക്കുന്നൊരു പരിപാടിയില്ല. ടൈമിനോട് ഓഫീസിൽ വരും. ഇന്നിപ്പോൾ ഞാൻ കാലത്ത് എനിക്ക് 2 മരണ വീടുണ്ടായിരുന്നു അറബികളുടെ. ഒന്ന് മൻസൂരി ഫാമിലി, ഒന്ന് മത്രൂഷി ഫാമിലി, 2 ഫാമിലി. അവർ മരിച്ചപ്പോൾ ഒരാളുടെ പിതാവ് മരിച്ചു, ഒരാളുടെ എൽഡർ ബ്രദർ മരിച്ചു. ആ 2 വീട്ടിലും പോയി അവരായിട്ടിരുന്ന് അറബികളായിട്ട് നമ്മൾ വളരെ സഹോദര ബന്ധമാണ് അവർ. അപ്പം നമ്മൾ ചെല്ലുമ്പോഴും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലണമല്ലോ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. ഞാൻ ടൈമിന് ഓഫീസിൽ വരും. ടൈമിൽ ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വീണ്ടും വരും. എന്നിട്ട് ഇവരൊക്കെ പോയാലും ഞാൻ ഇരിക്കും. കാരണം പണി ചെയ്യണല്ലോ. കാരണം അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. ഇതെല്ലാം വികേന്ദ്രീകരണത്തിന് ആളുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ചുമതലയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വേണമെങ്കിൽ യൂസ്ഫുൾ സൈഡിൽ പൂർണ്ണമായിട്ടും വിട്ട് എന്നിട്ടും ഇപ്പോഴും വിട്ടാൻ്റെയും അത് മടിയന്മാരാണ് ചിന്തിക്കുക. ഞാൻ മടിയനല്ല, ഞാൻ അധ്വാനിയാണ്. അപ്പോൾ അധ്വാനിക്കണം എന്ന് തന്നെയാണ് കാലത്ത് മുതൽ രാത്രി ഞാൻ പ്ലാൻ ചെയ്യും. നാളെ എന്താ പരിപാടി. ഇതൊക്കെ ഇപ്പോൾ ഇതിലറിയാതാ. എല്ലാ കമ്പനികളെ പറ്റി ഇതിലുണ്ട്. അത് ഞെക്കിയാലറിയാം. പക്ഷേ യൂസ്ഫുൽക്കാരൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര ബന്ധങ്ങൾ രൂപപ്പെടുത്തും ഒരേ സമയം തന്നെ. ബിസിനസിന്റെ ഭാഗമൊന്നുമല്ല. ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള തീരുമാനം നമ്മൾക്കുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഭരിക്കുന്നവരുമായിട്ടുള്ള ബന്ധം ആദ്യം സ്ഥാപിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ഡിഗ്. ആരാണിത്? എവിടെ നിന്ന് അവന് ഈ കാശ് കൊണ്ടുവന്ന് ഇറക്കണം? എന്താണ് അവൻ്റെ ബിസിനസ്? ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞങ്ങൾ ഇന്തോനേഷ്യയിൽ പോയി. ഞങ്ങൾ ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ പ്രസിഡൻറ്റ് ജാക്കോ വിഡോഡിനെ കണ്ടു. അദ്ദേഹമായി ഞാൻ മുമ്പ് പരിചയമുണ്ട്. അദ്ദേഹം സോളോ എന്ന് പറഞ്ഞ സ്ഥലത്തെ മേയറായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ജക്കാർത്ത ഗവർണറായി അദ്ദേഹം. അതിന് ശേഷമാണ് പ്രസിഡൻ്റായത്. അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനാഗുറേഷന് വരാം. ഐ നോ യു ലോങ് ടൈം. അദ്ദേഹം വന്ന് ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായത് ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പാണ്, പ്രസിഡൻ്റ് പരിചയമുള്ളവരാണ്, ദേ ആർ വെരി സ്ട്രോങ് റിലയബിൾ പീപ്പിൾ. അങ്ങനെയാണ് ഞാൻ ഈ ബന്ധം അത് ഇന്നും നിലനിർത്തുന്നു. ഇപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട് മജസ്റ്റി സുൽത്താനെ കണ്ടു ഞാൻ. അദ്ദേഹം പറഞ്ഞു വി ആർ താങ്ക്ഫുൾ ടു യു. കാരണം ആ കൊറോണ സമയത്ത് ഭക്ഷണം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലോ. കൊറോണയിൽ ഈ ഫാർമേഴ്സിനൊക്കെ എന്ത് സംഭവിക്കുന്ന ആർക്കും ഒന്നും അറിയില്ലോ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി, അത് കൂടാതെ പ്രൈസ് ഇൻക്രീസ് പാടില്ല. കാരണം ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യരുതല്ലോ. ഇപ്പം നിങ്ങൾ കൊറോണയിലുണ്ടായിരുന്നതാണ് ഇവിടെ നിങ്ങളെല്ലാവരും. എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടായിരുന്നോ? ഒരു പ്രൈസ് ഹൈക്കും ഉണ്ടായില്ല. ബിക്കോസ് വി വർ മാനേജിങ് ഇറ്റ്. ഞങ്ങളാണ് ഫുഡ് സെക്യൂരിറ്റി ടോട്ടൽ നോക്കിയത് യു എയിൽ. പ്രസിഡൻറ്റ് പറഞ്ഞിട്ട്, ഐ മീൻ അന്ന് ക്രൗൺ പ്രിൻസ് ആയിരുന്നു ഹിസ് ഹൈനസ് പറഞ്ഞിട്ട്. ഒരു പ്രൈസ് ഹൈക്കും ഉണ്ടായില്ല, ഒരു ഷോർട്ടേജും ഉണ്ടായില്ല. അപ്പോൾ ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഇതേമാതിരി തന്നെയാണ് സൗദിയിലും കുവൈത്തിലും ഖത്തറിലൊക്കെ നമ്മൾ തന്നെയാണ് അത് മാനേജ് ചെയ്തത്. കുറേ കാശുണ്ടാക്കുക എന്നല്ല, സർവീസ് ചെയ്യുക. ആ രാജ്യത്തിൻ്റെ എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതിനോട് കൂടി നമ്മൾ നിൽക്കുക എന്നാണ്. ഇതിൽ ഈ സൗഹൃദത്തെ കുറിച്ച് നേരത്തെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ വന്ന് ഇതൊരു രാജ്യമാണ്. ഇവിടുത്തെ ഈ ഒരു സൗഹൃദം, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അവരെ കൊണ്ടാണല്ലോ നമ്മൾ ഈ നിലയ്ക്ക് എത്തിയത്. ദേ ഹെൽപ്ഡ് എ ലോട്ട്. ഞാൻ ഹിസൈനസ് ഷെയ്ഖ് സായിദിനെ പോയി കണ്ടു. അദ്ദേഹം വിളിച്ചു. ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയെന്നൊക്കെ എന്നോട് ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്.
അതിനുശേഷമാണ് നമ്മൾക്ക് ലാൻഡ് തന്നത് ഞങ്ങൾക്ക് ഖൽദിയ മാൾ തുടങ്ങാൻ. മക്കളെ വിളിച്ചു, ഷെയ്ഖ് മുഹമ്മദിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കണം. അവർ ഹോണസ്റ്റ് ആൻഡ് റിലയബിൾ പീപ്പിൾ ഈ രാജ്യത്തിൽ വന്നിട്ട് ധൈര്യത്തോടു കൂടി നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ് അവർ. ആ സ്നേഹം അന്നും ഇന്നും എപ്പോഴും ഉണ്ട്. അതാണല്ലോ ഇത് കാണിച്ചു കൊടുത്തത് ഞാൻ പാസ്പോർട്ട്. ഇത് ഡേറ്റ് നോക്കിയാൽ 12 ഡിസംബർ കഴിഞ്ഞ 12-ാം തീയതി. 50 വർഷത്തെ യാത്രക്കിടയിൽ പലപ്പോഴും കേട്ട ഒരു വേർഡാണ് നിങ്ങൾ യുവസഭയിൽ പഠിക്കാൻ പോയി. ഈ യുവസംരംഭത്തിൽ കേൾക്കുന്ന വേർഡാണ് യുവസഭ. ഞാൻ അങ്ങനെ നാട്ടുകാർ കൂടിയാണ് ഏറ്റവും കേൾക്കുന്ന വേർഡാണ്. അതെ. പക്ഷേ പലപ്പോഴും പല യുവ സംരംഭകരും പിന്നീട് പിന്മാറിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കണ്ട് പഠിച്ച് ശ്രമിക്കാത്ത പറ്റത്തും അവരോട് എന്താണ് പറയുന്നത്? അല്ലല്ല, അങ്ങനെ സംരംഭത്തിൽ നിന്ന് പിന്മാറിയുന്നു. അതായത് അവർ ശ്രമിക്കുന്നു പക്ഷേ ഇങ്ങനെ എത്തുന്നില്ല, ആദ്യം ഉപേക്ഷിച്ച് പോകുന്നു. ഈ പറഞ്ഞ ക്ഷമയില്ല അല്ലെങ്കിൽ കരുതാൻ കുറവായിരിക്കാം. അത്തരക്കാരുടെ എന്താണ് പറയുന്നത്? നമ്മൾ തുടങ്ങുന്ന ഏത് സംരംഭവുമായി നമ്മൾ ഇഴുകിച്ചേരണം. ഇപ്പോൾ യു ആർ എ ജേർണലിസ്റ്റ്, നിങ്ങൾ 3 കാര്യമാണ് ചിന്തിക്കുന്നത്. ഈ ജേർണലിസത്തിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? വാട്ട് വിൽ ബി ഫ്യൂച്ചർ ട്രെൻഡ്? കഴിഞ്ഞു പോയതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? അടുത്ത ജേർണലിസം അല്ലെങ്കിൽ മീഡിയ എവിടെയായിരിക്കും? അതിനു വേണ്ടി വാട്ട് പ്രിപ്പറേഷൻ വി വാണ്ട് ടു ടേക്ക്. നമ്മളൊരു മാറിപ്പോകണമെങ്കിൽ ഇപ്പോൾ മീഡിയ മാറുകയാണ്. ഞാൻ ഈ 1975 വന്നപ്പോൾ മൊബൈലില്ല, മറ്റേ ലാൻഡ് ഫോണാണ്. നമ്മുടെ നാട്ടിലും ഫോൺ കിട്ടില്ല, ആരായിട്ടും സംസാരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലും 1975 എല്ലാ വീടുകളിലും ഫോണില്ല. എൻ്റെ വീട്ടിൽ ഫോൺ ഉണ്ടായില്ല. വളരെ അകലെയുള്ള തളിക്കുളത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് ഇവിടുന്ന് ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്. ഫോണിൽ നമ്മൾ അന്നൊക്കെ കത്താണല്ലോ, അന്ന് മുഴുവൻ കത്തെഴുത്താണല്ലോ, തപാൽ. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ സൂപ്പർ സോണിക്കിൽ നമ്മൾ എത്തിയത്. അപ്പോൾ അത് ടൈം അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ജേർണലിസം അന്നുള്ള ജേർണലിസം അല്ലല്ലോ ഇന്നിപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ സംസാരിക്കുന്ന ലോകം മുഴുവൻ കാണുകയാണല്ലോ. സോ വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അപ്പോൾ ഏത് സംരംഭകരും എന്നോട് ചോദിച്ച സംരംഭകരോട് എന്താ പറയണം? ഒന്ന് പങ്ക്ച്വാലിറ്റി വേണം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു ടൈം പറഞ്ഞാൽ ആ ടൈമിന് കണ്ടോളണം, അല്ലെങ്കിൽ ആ ടൈമിന് ഡെയിലി എഴുന്നേറ്റ് ജോലിക്ക് വന്നോളണം. ഇപ്പം ഞാനിപ്പോൾ വരുന്നമാതിരി ഞാനും എൻ്റെ സഹപ്രവർത്തകരൊപ്പം ഞാനും ഉണ്ടാവും. ചിലപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ഞാൻ വന്നിരിക്കും. കാരണം അതവർ ടൈമിന് വരാൻ വേണ്ടിയിട്ടാണ്. പങ്ക്ച്വാലിറ്റി വേണം. ഒന്ന് വി ഷുഡ് നോ. ഇപ്പം ഞാൻ മെയിനായിട്ട് നമ്മുടെ മെയിൻ കോർ ബിസിനസ് ഫുഡ് പ്രൊഡക്റ്റാണ്. ഫുഡ് പ്രൊഡക്റ്റിലെ പുതിയ ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നാളെ എന്തായിരിക്കും ആ ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ നടത്തണം. അതല്ലെങ്കിൽ നമ്മൾ ഫെയിലായി പോകും. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഏത് ഷോപ്പും 8 കൊല്ലം 7 കൊല്ലം 8 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. അത് കൂടാണ്ട് നല്ല എക്യുപ്മെൻറ്റ് വേണം. ആ എക്യുപ്മെൻറ്റ് അതിൻ്റെ ടൈം കഴിഞ്ഞാൽ മാറ്റിയിട്ടില്ലെങ്കിൽ, ആളുകൾ എത്ര ബ്യൂട്ടിഫുൾ ഷോപ്പ് ഉണ്ടായാൽ തന്നെ ആ ഷോപ്പ് എത്ര ഭംഗി എന്നല്ല നോക്കുക, അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കണം. നല്ല പ്രൊഡക്റ്റ് ഇല്ല, നല്ല പ്രൈസുള്ള പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ആരും വരില്ല. അതും ആൾക്കാർക്ക് മിനിമം പ്രൈസ്, അഫോർഡബിൾ പ്രൈസ് അതുണ്ടോ എന്നാണ് ആദ്യം നോക്കുക. ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റ് ഉണ്ടാവില്ല, എല്ലാ കാര്യത്തിലും ബഡ്ജറ്റ് ഉണ്ടാവും. ഇപ്പോൾ സാലറി ഉള്ള നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, എനിക്ക് ബിസിനസ്സുള്ള എനിക്കുണ്ടൊരു ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. വരവിൽ കൂടുതൽ ചിലവാകും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ, പ്ലാനിങ് ഇല്ലെങ്കിൽ. അതാണ് ഈ സംരംഭകർക്ക് കൂടുതൽ സംഭവിക്കുന്നത്. വരവിൽ കൂടുതൽ ചിലവ്. അപ്പം നിങ്ങൾക്കൊരു നല്ല വണ്ടി വേണം, റോൾസ് റോയ്സ്.
അല്ലെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു വണ്ടി മേടിക്കുന്നതുകൊണ്ട് ഞാൻ കുറ്റം പറയില്ല. ആ വണ്ടി ഇപ്പോൾ ബാങ്ക് ലോണാണെങ്കിൽ ആ ലോൺ ഇൻട്രസ്റ്റ് അടക്കം പേ ചെയ്യാനുള്ള വരുമാനം നിങ്ങൾക്കുണ്ടോയെന്നാണ് ആദ്യം നോക്കേണ്ടത്, ലാഭം ഉണ്ടോയെന്ന്. അത് ബാങ്കിൽ ഇപ്പോൾ ഒരുപാട് കമ്പനി ബാങ്കിൽ നിന്ന് കാശെടുക്കും, അതിൽ നിന്ന് പല നിലയ്ക്കും ഡൈവേർട്ട് ചെയ്യും ഈ വണ്ടി. അത് കഴിഞ്ഞ് കച്ചവടം നടത്തും. ഈ കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടെങ്കിലല്ലേ ബാങ്കിലേക്ക് ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും അടച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് പറ്റിയില്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ NPA ആവും. ഒരുപാട് നാട്ടിൽ കാണുന്നുണ്ട്, എവിടെയും കാണുന്നുണ്ട്. അപ്പോൾ വി ഷുഡ് ബി വെൽ പ്രിപ്പയർഡ്. വാട്ട് വിൽ ബി യുവർ ഇൻകം, വാട്ട് വിൽ ബി യുവർ എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കും. അതൊന്ന്. 2, പങ്ക്ച്വാലിറ്റി, ടൈമിന് വന്ന് ജോലി ചെയ്യുക. 3, ഒരു മാനുഫാക്ചർ ആണെങ്കിൽ മാർക്കറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. മാർക്കറ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കിയ സാധനം എവിടെ കൊണ്ടുപോയി വിൽക്കും? പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് പെർഫെക്റ്റായിട്ട് ചെയ്യണം. മാർക്കറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റ് കണ്ടുപിടിച്ചാൽ തന്നെ മാർക്കറ്റിംഗ് ശരിക്കും നടത്തണം. അതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഉറുപ്പിക ലാഭം കിട്ടാവുന്നത് 200 ഉറുപ്പിക അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചിലവാക്കരുത്. അങ്ങനെ ചിലവാക്കിയ പല കമ്പനി നിങ്ങൾക്കറിയാം, പല മീഡിയ കമ്പനിക്കാർക്കും കാശ് കൊടുക്കാനുള്ളതാണ്. അതെ, അപ്പോൾ അതൊക്കെ വളരെ കാൽക്കുലേഷനിൽ മുന്നോട്ട് പോകണം. ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ്. നേരത്തെ ഒരു ബന്ധങ്ങളെ കുറിച്ച് ചോദിച്ചത് റിലേറ്റഡ് ബന്ധമല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. പലപ്പോഴും പിന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ആത്മബന്ധമായിട്ട് ഒരു ബിസിനസ്സുകാരൻ മാറുക എന്ന് പറയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ള നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മളെ കൊണ്ട് അവർക്കൊരു ആവശ്യമില്ല. അവരൊക്കെ മഹാന്മാരായ ബ്ലസ്ഡ്, മമ്മൂട്ടി മോഹൻലാലിൻ്റെ കാര്യമില്ല പറഞ്ഞു, അവരൊക്കെ ബ്ലസ്ഡ് ആക്ടേഴ്സാണ്. അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് കാര്യം? ഇവിടുത്തെ രാജാക്കന്മാർ നമ്മൾ പോകുന്നു, അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് കാര്യം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ അഹംഭാവികളാകരുത്. ഞാൻ പഠിച്ചിട്ടുള്ളത് തക്കബ്ബർ യാ അല്ലാഹ്, ദൈവത്തിന് മാത്രമേ അഹംഭാവം നടിക്കാൻ അർഹതയുള്ളൂ. ഞാൻ നാസറിനെ കണ്ടാലും കെട്ടിപ്പിടിക്കും, ഇദ്ദേഹത്തിനെ കണ്ടാലും കെട്ടിപ്പിടിക്കും, എൽവിസിനെ കണ്ടാൽ വിടൂല. അല്ല, നമ്മൾ നിങ്ങളിൽ ഒരുവനായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ വിജയിച്ചിട്ടില്ല, അല്ലേ? അപ്പോൾ നിലനിൽക്കുന്നു. ഓഫീസിലെ തിരക്കും ബിസിനസ്സിന് തിരക്കും കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതായത് ഞാനിപ്പോൾ ഇന്ന് കാര്യത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, നാളെ 50ാമത്തെ കൊല്ലം ഞാൻ ഇവിടെ വന്നിട്ട്. എൻ്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും എന്നോടൊപ്പം നിന്നത് എൻ്റെ ഭാര്യയാണ്. എന്നെ ഭാര്യയ്ക്കറിയുന്ന മാതിരി ആർക്കും അറിയില്ല. എൻ്റെ ഓരോ സ്റ്റെപ്പും. അപ്പോൾ യു ഡൺ എ ഗുഡ് ജോബ്, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നടാടൻ എന്നോട് താങ്ക് യു പറഞ്ഞു. ഓഫീസില്ല, ഇവിടെ പരിപാടി ചോദിച്ചു നോക്ക്. ഞാനിപ്പോൾ ഒരു 4 മണിക്കാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു ഫ്ലൈറ്റ്. ആ 4 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ നേരെ ഓഫീസിൽ വന്നിരിക്കുകയാണ്, എന്നിട്ടേ വീട്ടിൽ പോവുള്ളൂ. കാരണം ദിസ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ഞാനിത് നോക്കി ഇവിടെ ഇരുന്നില്ലെങ്കിൽ ഇവിടെ നമ്മളെ സ്റ്റാഫിൻ്റെ സ്ട്രക്ചർ എടുത്തല്ലോ എന്നല്ലേ. അല്ല, അതെനിക്ക് മനസ്സിലായി. അല്ല, അതിന് മുമ്പ് കണ്ട അവരൊക്കെ ഈ കമ്പനിയെ ഞാൻ എന്നെ വ്യക്തിനെയല്ല, ഈ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ. ബിക്കോസ് സിസ്റ്റം ഷുഡ് വർക്ക്. നാളെ അടുത്ത് വിറ്റ് ഞാനില്ലെങ്കിൽ ഈ കമ്പനി നടക്കണമല്ലോ, അവർക്ക് ജോലി, അങ്ങനത്തെ ഒരു സിസ്റ്റം വേണമല്ലോ. അപ്പോൾ ഇപ്പോൾ അത് ഞാൻ നടത്തുകയാണ്.
അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ റിട്ടയർ ചെയ്തെങ്കിൽ ഒരു ഭാഗത്ത് മിണ്ടാണ്ട് കുത്തിരുന്നാൽ മതി. ഇപ്പോൾ ടാറ്റ റിട്ടയർ ചെയ്തു. ടാറ്റ റിട്ടയർ ചെയ്തിട്ട് യങ്സ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു കമ്പനി. അദ്ദേഹം മരണപ്പെട്ടു പോയ എൻ്റെ സുഹൃത്തായിരുന്നു, സൈറസ് മിസ്ട്രി. പ്രശ്നം അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. കാരണം 10 കിലോ വെയിറ്റ് ചെയ്യുന്നവൻ 50 കിലോ തലയിൽ വെച്ചാൽ കെട്ടിമറിഞ്ഞ് വീഴും. വീണ്ടും അദ്ദേഹം അത് പ്രൊഫഷണലൈസ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ്. അപ്പം നമ്മൾ ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കുന്നിടത്തോളം കാലം ജോലി ചെയ്യുന്നു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പം ഞാൻ ടൈമിന് ഇവിടെ വന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കില്ല ഒരു പക്ഷേ ആരും. പക്ഷെ ഞാൻ റെസ്പോൺസിബിൾ ആവണുള്ളൂ. മാസം ശമ്പളം കൊടുക്കേണ്ടവർക്ക്. അല്ല, ഞാൻ പുള്ളി ചോദിച്ചതിന് അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഫാമിലിനെ മാനേജ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംതിങ് ഹാസ് ടു സാക്രിഫൈസ്. നമ്മൾ എല്ലാം 100% നമുക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യണം. അതിലൊരു പാർട്ടാണ് ഫാമിലി ലൈഫ് സാക്രിഫൈസ് ചെയ്യാന്ന്. അത് ആ സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് മെൻ്റൽ പീസ് മാനസിക സമാധാനമാണല്ലോ വേണ്ടത്. മനസ്സിന് സമാധാനം വേണമല്ലോ. അപ്പോൾ അത് ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ സിനിമ കാണാറുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മോഹൻലാലിൻ്റെ നേര് വക്കീലായിട്ടുള്ളത് സിനിമ കാണാറുണ്ട്. എൻ്റെ വീട്ടിൽ തിയേറ്ററുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടവരാണ്. ഇപ്പം ഞാനൊരു പടം കണ്ടു. എനിക്കത് വളരെ എന്താ പടം, എൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ആൻ്റണി എന്താ അതിൻ്റെ കൺസെപ്റ്റ്. ഇതിലിപ്പോ ഈ 50 വർഷം നിൽക്കുമ്പോൾ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഓർമ്മ ഉമ്മയും ഉപ്പയും തന്നെ അല്ല, അത് ഓഫ് കോഴ്സ് അതെല്ലാവർക്കും. മാതാപിതാക്കളുടെ വിയോഗം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നികത്താൻ പറ്റില്ലല്ലോ. സ്റ്റാഫുകളെ പറ്റി പറഞ്ഞു. അതിനകത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ട്, അങ്ങയുടെ കമ്പനിയുടെ ഒരു HR-ലേക്ക് ഒരു പൊസിഷന് പോലും ജോലിക്ക് അപ്ലൈ കൊടുക്കുമ്പോൾ അങ്ങനൊരു ചോദ്യം ചോദിക്കും. അത് അക്കാഡമിക് ഇല്ലാത്ത ചോദ്യമാണ്. അതായത്, ഞാൻ നിങ്ങൾക്ക് ശമ്പളം തന്നത് എത്ര പൈസ ഉമ്മയ്ക്കും ബാക്കി അയച്ചു കൊടുക്കുമെന്ന് ചോദ്യം പലപ്പോഴും. അല്ലാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷനാണത്. മനസ്സിലായില്ല. അത് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇൻ്റർഫിയർ ചെയ്യില്ല. ഞാനങ്ങനെ ചോദിക്കുന്നുവെങ്കിൽ അവർക്ക് മനസ്സിലാക്കണം അതിൻ്റെ വാല്യൂ എന്താണെന്ന്. ദേ ഷുഡ് നോ വാട്ട് ഈസ് ദ വാല്യൂ. എനിക്കിത് ഒരുപാട് കത്ത് വരാറുണ്ട് ഇവിടെ. അവരൊക്കെ ഞാൻ വിളിക്കാറുണ്ട് നേരിട്ട്. ഞാൻ പറയും, നിങ്ങൾ വീട്ടിൽ കാശ് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അയച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ നിന്ന്. പക്ഷെ അവരവിടെ പട്ടിണി എടുക്കാൻ പാടില്ല. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷനാണ് ഞാൻ ചോദിക്കുന്നതും. ആരെ കണ്ടാലും ഞാൻ ചോദിക്കുന്നു അതാണ്. വീട്ടിൽ കാശ് അയച്ചു കൊടുക്കണ്ട, ഭാര്യയ്ക്ക് കാശ് അയക്കുന്നുണ്ടോ, ഫാദറിന് കാശ് അയക്കുന്നുണ്ടോ. ഭാര്യ ഇവിടെ ഉള്ളവരാണെങ്കിൽ ഞാൻ പറയും, ചുരുങ്ങി ജീവിച്ചിട്ട് ഫാദറിനും മദറിനും അയച്ചു കൊടുക്കണം. നിങ്ങളിവിടെ ലാവിഷായിട്ട് ജീവിച്ച് കാശ് ചിലവാക്കി കളഞ്ഞിട്ട് പിന്നെ കടം മേടിച്ച് അയക്കാൻ നിൽക്കരുത്. കാണുന്ന സമയത്ത് ഉപദേശം. അതിന് ഫാദർ മദറിന് കാശ് അയച്ചു കൊടുക്കാൻ ഞാൻ എപ്പോഴും പറയും. ഇപ്പോൾ ഈ ബിസിനസ് അത് ഞാൻ മുമ്പ് പറയാറുണ്ട്, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. അതല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു മിനിറ്റ്, ആരോഗ്യമുള്ളിടത്തോളം കാലം
ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾക്കിപ്പോൾ പ്രായമാകുമ്പോൾ ഓർമ്മ കുറവുണ്ട്, ഓർമ്മ കുറവ് വരാറുണ്ട് ഇല്ലേ, അൽഷിമേഴ്സ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? കച്ചവടത്തിൽ ഇരിക്കാൻ പറ്റുമില്ല. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും, ഓർമ്മശക്തി ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലോ. അപ്പോൾ ആരോഗ്യം, ബുദ്ധിയും പ്രാപ്തിയും കഴിവും തൻ്റെ ഇടവും ദൈവം തരുന്ന അവസരം വരെയും ജോലി ചെയ്യുക. പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കുടിച്ചോട്ടെ ഏട്ടാ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പം ചിന്തിക്കുക പോരെ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോൾ കറക്റ്റ് ഇനി ഞാൻ ഓഫീസിൽ വരുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. നിങ്ങൾക്ക് ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ആരോടും ഇന്ന് വരെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ശമ്പളം ടൈമിന് കിട്ടിയിട്ടില്ല എന്ന്. അത് കറക്റ്റ്. കൊറോണ സമയത്ത് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ശമ്പളം കൊടുത്തു, ₹1 കുറയ്ക്കാതെ. ഇപ്പോൾ ഒരുപാട് കമ്പനി 50% അല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നമ്മളങ്ങനെ ചെയ്തിട്ടില്ല, കാരണം അവരുടെ കുടുംബം കഴിയണ്ടേ. അവർ നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഈ കമ്പനിയിൽ. ₹1 കുറച്ചിട്ടില്ല. കഴിഞ്ഞ ഇപ്പോൾ പുള്ളിക്ക് എന്തോ ചോദിക്കാണ്ടെന്ന് എനിക്കറിയാം. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിതിലൊരു ജോലിക്കാരനാണ് എപ്പോഴും. അതാണല്ലോ ഇവിടെ വന്നിരിക്കും, ജോലിയാണല്ലോ ചെയ്യുന്നത്. അത് ടൈം വരുമ്പോൾ പറയും. ഇപ്പം ഞാനുണ്ടല്ലോ. അദ്ദേഹം ചോദിച്ചത് എനിക്ക് ശേഷം ആരാണെന്നാണ്. ആ, മനസ്സിലായില്ല. അത് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അതില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ജോലി ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ്? സിനിമകൾ കാണും എന്നല്ലേ പറഞ്ഞത്? ഐ മീൻ വേറെ എന്ത് ചെയ്യാനാണ് ആഗ്രഹം? അല്ല, എൻ്റെ ഹോബി, എൻ്റെ പാഷൻ കച്ചവടം ചെയ്യലാണ്. അതാണ് എനിക്ക് ഇഷ്ടം. അത് കഴിഞ്ഞിട്ടുള്ള വേറെ എന്തും. ഒരുപാട് പേര് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരുപാട് പേരെ എഴുതിയിട്ടില്ല. അത് നമ്മുടെ അതെന്തൊക്കെയോ. ഞാൻ കറക്റ്റായിട്ടുള്ളൊരു ഓട്ടോബയോഗ്രഫി എഴുതും. അതെൻ്റെ അനുഭവങ്ങൾ 100%. അത് ഞാനൊരു കോപ്പി റൈറ്റർ വെച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് 1, 2, 3, 4 എന്നിട്ട് ഞാൻ തന്നെ അത് കറക്റ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യും. സമയമായിട്ടില്ല. 50 വർഷമായല്ലോ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ എത്തി. ഇനി അങ്ങോട്ടുള്ള പ്ലാനിങ്ങുകൾ എന്തൊക്കെയാണ്? ഞാൻ 300 ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മുടെ പ്രയാണം. ആ 300 ആവുമ്പോൾ ഞാൻ അപ്പം പറയാം പിന്നെ നെക്സ്റ്റ് എന്താണെന്ന്. ആദ്യം എത്തട്ടെ. ഞങ്ങളിപ്പോൾ സൗദി അറേബ്യയിലുണ്ട് ഒരുപാട് പ്രോജക്റ്റ്. ബിസിനസ് കാരണം കൂടുതലായിട്ട് വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ പോലും അങ്ങനൊരു പ്രധാനപ്പെട്ട പാർട്ടാവുന്നുണ്ട്. അതത് രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒക്കെ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടി വരാറില്ല. അതിനുള്ള സമയം കിട്ടാം. നമ്മൾ കച്ചവടം ചെയ്യുന്ന ആ രാജ്യത്തിലെ പൊളിറ്റിക്സും ആ രാജ്യത്തിലെ സ്ഥിതിഗതികളും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കാത്തോടത്തോളം കാലം അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എക്സ്പാൻഷൻ, കാരണം എക്സ്പാൻഡ് ചെയ്യാനുള്ള കാരണം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാണ്. നമ്മുടെ ഭക്ഷണ സാധനമാണ്. ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, യങ് ജനറേഷൻ. ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒരു ഫാദർ മദർ ഉണ്ടായിരുന്ന അവർ ഇപ്പോൾ 30-40 ആളായിട്ട് മാറുകയാണ്. ഇപ്പോൾ നിങ്ങളെ പറ്റി ചിന്തിച്ച് നിങ്ങൾ ഫാദർ മദർ മാത്രം. ഇപ്പം എത്ര മക്കളായി, പേരക്കുട്ടികളായി, അതെല്ലാം ചിന്തിക്കുക. അപ്പോൾ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്. അതനുസരിച്ച് ഔട്ട്ലെറ്റ്സ് കൂടണം,
അതനുസരിച്ച് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ട്രെൻഡ് മാറി. ഫുഡ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കോഷ്യൻസ് ഇപ്പോൾ ആൾക്കാർ. മുമ്പ് ആകെ ഒരു കോൾഗേറ്റും 4 ഹാൻഡ്സും ടൂത്ത് പേസ്റ്റാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ. അതിന് ശേഷമാണ് ക്ലോസപ്പ് വന്നത്. ഞാൻ അഹമ്മദാബാദിൽ ഈ കച്ചവടം ഞങ്ങൾ പഠിക്കുകയും അതുകൂടാണ്ട് വൈകുന്നേരം ഞങ്ങളുടെ ഷോപ്പിൽ വന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് നോളജ് ഉണ്ട്. അപ്പോൾ ഇന്ന് എത്ര ടൈപ്പ് പേസ്റ്റ് ഉണ്ട്, ഇന്ന് എത്ര ടൈപ്പ് ഹണി ഉണ്ട്, ഇന്ന് എത്ര ടൈപ്പ് മിൽക്ക് പൗഡർ ഉണ്ട്, ഇന്ന് എത്ര ടൈപ്പ് വെജിറ്റബിൾ ഉണ്ട്. മുമ്പ് വഴുതിരിങ്ങയും വെണ്ടയ്ക്കയും ചേനയും. ഇന്നിവിടെ നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി നോക്കുക, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ഈസ് കമ്മിങ്. അപ്പോൾ ട്രെൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിസിനസ്സിൻ്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾ പ്രത്യേകിച്ചും ഇപ്പോൾ കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു. ഈ മലയാളികൾ പ്രത്യേകിച്ചും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മലയാളി, അതായത് ജാതിവത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ പല വ്യത്യാസങ്ങളുണ്ടായിരിക്കും, പക്ഷെ എല്ലാവരും ഏതാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു മലയാളി യൂസഫായിരിക്കും. അവരോട് തിരിച്ച് ആ സ്നേഹത്തെ നമ്മൾ എങ്ങനെയാണ് സ്നേഹം ആർജിച്ചെടുക്കാൻ കഴിയുന്നത്? ജാതി, മതം ഒക്കെ മനുഷ്യനും ദൈവവും തമ്മിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അത് നിങ്ങളും ദൈവമായിട്ടാണ്. അതിന് മനുഷ്യർ തമ്മിൽ അന്യോന്യം തകരാറ് കൊണ്ടൊരാവശ്യമില്ല. അത് ഇതിൻ്റെ ഇടയിൽ വരുന്നില്ല. ഞാൻ ആ പോളിസിയിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഖുർആൻ പറയുന്നു, വേറെ അള്ളാഹു, ഞാൻ ഇപ്പോൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു ഒഴിച്ച് ഞാൻ ചോദിച്ചുകൊണ്ട് ഉത്തരം പറയുന്നു കേട്ടോ. ഇത് കച്ചവടത്തിൻ്റെ മീറ്റിംഗ് എന്നാ പറഞ്ഞു. പക്ഷേ ഞങ്ങളോട് പറയുന്നത് അള്ളാഹു ഒഴികെ വേറെ ആര് അവർ വിളിച്ചാരാധിക്കുന്ന ഒന്നിനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. ഇറ്റ്സ് ഫോർബിഡൻ. അള്ളാഹുവിനെ ഒഴിച്ച് വേറെ ആര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചില്ലേ? അതിൻ്റെ ബേസ് അതാണല്ലോ. ഈ മതം സെപ്പറേറ്റ് ആവുന്നത് എന്താണ്? വേറെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നതാണ്. ആ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും ഒരു മുസ്ലിം, ഇസ്ലാം, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിം കുറ്റം പറയാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നു. ആ കുറ്റം പറയുന്നവൻ ഇസ്ലാമല്ല. കാരണം ഖുർആൻ അനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കേണ്ടവനാണ് ഒരു മുസ്ലിം. അപ്പോൾ അതിനെതിരെ ചെയ്താൽ മുസ്ലിം അല്ലല്ലോ. അപ്പോൾ പിന്നെ അന്യോന്യം തകരാറിൻ്റെ ആവശ്യമില്ലല്ലോ. ചോദിച്ചാലും പറഞ്ഞു, വെരി ക്ലിയർ. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു യൂസഫലിയോടുള്ളവർക്കുള്ള ഏത് ആൾക്കുള്ള പ്രത്യേക താല്പര്യം സാധാരണഗതിയിൽ ഒരു ഭേദപ്പെട്ട അവസ്ഥയിലെത്തുമ്പോൾ ഈ ഐഡന്റിറ്റി മറക്കും, അല്ലെങ്കിൽ പിന്നെ മതേതരനാകാനുള്ള ശ്രമിക്കും. പക്ഷേ യൂസഫലി ഏത് വേദിയിലും ഏത് സ്ഥലത്തും ഐഡന്റിറ്റി ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട്. അതെ, നമുക്ക് ആൾക്കാരെ മുന്നിൽ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിലൊന്നുള്ളത് പറയാതിരിക്കാൻ പാടില്ല. നമ്മൾ എന്തുണ്ടോ അത് പറയുക, അതാണല്ലോ അതിൻ്റെ ശരി. അതോടൊപ്പിച്ച് ഇതും പറയുക. ഞാൻ വിശ്വസിക്കുന്ന മതം അന്യമതങ്ങൾ വിളിച്ചാരാധിക്കുന്ന ഒന്നിനെയും കുറ്റം പറയാൻ പാടില്ല എന്ന് എന്നോട് നിഷ്കർഷിക്കുന്ന മതമാണ്. വെരി ക്ലിയർ. ഒരു കാര്യം, ഈ നമ്മളൊരു പല ബിസിനസ്സുകാരെ നോക്കുന്ന സമയത്ത് ആ ബിസിനസ്സുകാർ ഇപ്പോൾ യൂസഫലിഖാൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഒരു കാര്യം പറയുമ്പോൾ ഇന്ന് വരെ എവിടെ അതൊന്നും നടക്കില്ല എന്നോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ, കാല് വയ്യാത്ത ആളുടെ കാര്യത്തിൽ, എങ്ങനെയാണ് യൂസഫലി എന്ന് പറയുന്ന ഒരു ബിസിനസ്മാനും ഒരു മനുഷ്യനും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തുന്നത്? ഒരു കച്ചവടക്കാരൻ ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യനാണ് ഒരു കച്ചവടക്കാരൻ. അത് രണ്ടും ഒന്നാണ്. ശരീരവും മനസ്സും ആത്മാവും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ സെപ്പറേറ്റ് പറയുന്നു? ഈ 70,000-ഓളം വരുന്ന ജീവനക്കാർക്ക് ശമ്പളം നമ്മൾ കൃത്യമായിട്ട് മാസം 1-ാം തീയതി കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ മലയാളികളായിട്ട് സഹായം ചോദിച്ചു വരുന്ന ആളുകളോടും ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വരുന്നാൽ അവരെ ആട്ടി ഓടിക്കാൻ പാടില്ല.
ആട്ടി ഓടിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ പഠിച്ച എൻ്റെ മതം പറയുന്നത്. നിങ്ങളുടെ മതത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവരുടെ കഥ പ്രവാചകരെ പറയട്ടെ. ഖുർആനാണത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ആട്ടി ഓടിക്കും. ദൈവം പറയാണ്. അതെങ്ങനെയാണ്? നിങ്ങളെടുത്ത് എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്നവരെ ആട്ടി ഓടിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ മതത്തിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ ആട്ടി ഓടിക്കണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയാം ഞങ്ങൾക്കിത് സാധ്യമല്ല. ആ സ്നേഹത്തോടു കൂടി പറയാം. അല്ലാണ്ട് അവരെ ആട്ടി ഓടിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റാതെ സാധിക്കാത്തത് ഞാൻ ചെയ്യാണ്ടിരിക്കുന്നുമുണ്ട്. അല്ലാണ്ട് എല്ലാം ഞാൻ ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല. ഇന്ത്യയിലേക്ക് ശ്രദ്ധിക്കാൻ കൂടുതലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ എക്സ്പാൻഷൻസ് വരാറുണ്ട്. അങ്ങനെ പ്ലാനിങ്ങിലാണോ? അല്ല, എന്താണെന്ന് വെച്ചാൽ മുമ്പ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ അവർക്ക് ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയം വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ പ്രധാനമന്ത്രിയുമായി കണ്ട് സംസാരിച്ച് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ നിയമം മാറ്റി. കാരണം ഡൊമസ്റ്റിക് NRI ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാക്കി. അത് വലിയൊരു റിലീഫാണ്. മുമ്പ് നിങ്ങളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയാൽ അപ്പം നോട്ടീസ് വരും 100 എണ്ണം. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഒരു തോട്ടെടുത്താൽ അപ്പോൾ വരും നോട്ടീസ്. 100 പ്രശ്നമായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പോൾ അത് മാറ്റി. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് മൾട്ടി ബ്രാൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് മാളും ഇന്ത്യ വലിയ 1.4 ബില്യൺ മാർക്കറ്റാണല്ലോ. അപ്പോൾ നൗ വി ആർ കോൺസെൻട്രേറ്റിംഗ് ടു എക്സ്പാൻഡ് ഇൻ ഇന്ത്യ. ഇനിയും ഒരുപാട് പ്രൊജക്റ്റ് വരുന്നുണ്ട്. നരേന്ദ്രമോദി വരാൻ പോവാണ് 2 ഫെബ്രുവരി. അപ്പോൾ ഇങ്ങനെ നരേന്ദ്രമോദിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അവരുടെ കാണുന്നുണ്ട്. നമ്മളെപ്പോഴും നരേന്ദ്രമോദി ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയാണ്. എൻ്റെ മാത്രം കടമയല്ല, എല്ലാ ഇന്ത്യക്കാരുടെയും കടമയാണ്. 20 കോടി മുസ്ലിംസ് ഉള്ള ഒരു രാജ്യത്തിൻ്റെ കൂടി പ്രധാനമന്ത്രിയാണ്. അതല്ലോ ഷെയ്ഖ് മുഹമ്മദ് നേരിട്ട് പോയി സ്വീകരിക്കുന്നത്. ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി. വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കണോമി ആവാൻ പോകുന്ന രാജ്യമാണ്. 1.4 ബില്യൺ പീപ്പിൾ. മുമ്പ് നമ്മുടെ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ ജനസംഖ്യയാണ്. ഇപ്പോൾ അവർ യങ് പോപ്പുലേഷൻ ഈസ് അവർ അസറ്റ്. ലോകത്തിലെമ്പാടും ഇന്ത്യക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ ആ ബന്ധം എല്ലാവരുമായിട്ടും നിലനിർത്തുന്നുണ്ട് നമ്മൾ. ചോദിച്ചതിൻ്റെ ഉത്തരം ക്ലിയർ അല്ലേ? അതൊന്നും ഇപ്പോൾ അത് പുറത്ത് പറയാൻ പറ്റില്ല. ഭാഷകളുടെ കാര്യത്തില് ഭാഷ ഇപ്പം പുതിയ ചെറുപ്പക്കാർക്ക് പുതിയ ഭാഷകൾ ബുദ്ധിമുട്ടായിരുന്നു. പുതിയ ഭാഷകൾ ഇപ്പം ഗുജറാത്തി ഭാഷ പഠിക്കുന്ന കഴിഞ്ഞതാണ് നമ്മുടെ ഇതിന്റെ ഈവന്റിൽ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഭാഷ പഠിച്ചെടുക്കുന്നത്? ഭാഷ ഞാൻ ഗുജറാത്തിൽ ചെറുപ്പത്തിൽ പോയതാണ്. ചെറുപ്പത്തിൽ ഞാൻ അവിടെ 4.5 കൊല്ലം ഉണ്ടായിരുന്നു. ഇവിടെ പഠിക്കലും ഷോപ്പിൽ വരികയും ഗുജറാത്തി എഴുതാനും വായിക്കാനും സംസാരിക്കാനും എനിക്കറിയാം. പിന്നെ ഞാൻ ഇവിടെ 19ാമത്തെ വയസ്സിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അറബി നല്ലോണം പഠിക്കാനുള്ള കാര്യം ചെറുപ്പത്തിൽ. ഇപ്പോൾ ഒരു ഭാഷ പഠിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധ്യമാവില്ല. ആ സമയത്ത് ചെറുപ്പത്തിൽ ഇവിടെ വന്നു ഞാൻ ഫാർസി നന്നായിട്ട് സംസാരിക്കും. കാരണം അന്ന് ഫുൾ ഗിരാഷി മാർക്കറ്റിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് ഷോപ്പിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അപ്പോൾ അവരായിട്ടുള്ള ഭാഷ സംസാരിക്കണം. ഞാനിപ്പോൾ മലയാളം ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കും, ഹിന്ദി സംസാരിക്കും,
ഗുജറാത്തി സംസാരിക്കും, ഫാർസി സംസാരിക്കും, അറബി സംസാരിക്കും. നാളെ 50 വർഷം കഴിയുന്നു, മറ്റന്നാൾ പുതുവർഷമാണ്. എന്താണ് പുതുവർഷത്തിന്റെ ഫോക്കസ് എന്താണ്? ഇതൊരു ആശംസ ചോദിച്ചാൽ എന്താണ് ഞങ്ങളോട് പറയുന്നത്? സന്തോഷകരമായ ഒരു പുതുവത്സരം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന എപ്പോഴും വേണം, ഏത് മതക്കാരായാലും. വിശ്വാസികളാവണം, വിശ്വാസികളായാൽ തന്നെ പ്രാർത്ഥന വേണം. ഞങ്ങളോട് പഠിപ്പിക്കുന്നു അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇബാദത്ത്, കർമ്മത്തിൻ്റെ മജ്ജ. അതെല്ലാം മതങ്ങളും അങ്ങനെ തന്നെയാണ്. അമ്പലത്തിൽ പോയാൽ നിങ്ങൾ പ്രാർത്ഥിക്കാനല്ല പോകുന്നു, ചർച്ചിൽ പോയാൽ പ്രാർത്ഥിക്കാനാണല്ലോ പോകുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന. ഈ മീഡിയ മാനേജ്മെന്റ് ലുലുവിന്റെ വേറൊരു ഇതാണ്. അപ്പൊ ഈ നന്ദൂനെയൊക്കെ എങ്ങനെ കണ്ടെത്തി? നേരത്തെ തന്നെ ഒരു മീഡിയ മാനേജ്മെന്റ് എങ്ങനെ? അല്ല, മീഡിയ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഉയരാൻ പറ്റില്ല. മീഡിയ ഇന്നത്തെ ഈ യുഗത്തിൽ മീഡിയ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് എനി ബിസിനസ്. അപ്പം അതിൻ്റെ പ്രൊഫഷണൽ ആൾക്കാർ വേണം. അപ്പം അങ്ങനത്തെ ആൾക്കാർ ഉണ്ട് നന്ദുവിൻ്റെ കീഴിൽ. നന്ദുവിനെ നല്ല ബുദ്ധിയുള്ളവരെയും അറിവുള്ളവരൊക്കെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എല്ലാ മലയാളികളും അറിയാൻ പ്രശ്നമുണ്ട്. ആദ്യത്തെ സാലറി, ഇപ്പോഴത്തെ സാലറി, അല്ലെങ്കിൽ ഒരു വരുമാനം ആദ്യം കിട്ടിയ എത്രയാണ് വരുമാനം എന്നറിയാൻ താല്പര്യമുണ്ടോ? അതെൻ്റെ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് തരണ ഇതല്ലേ. നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോഴേ നമ്മളിപ്പോ ബിസിനസ്സുകാരനായ യൂസഫ് അലിക്കാണോ അതോ മോട്ടിവേറ്ററായ ആളുകളാണോ അതോ ഒരു പ്രഭാഷകനാണോ നമ്മൾ എങ്ങനെ വായിച്ചത്? അത് നിങ്ങൾ വിലയിരുത്തണം. അത് ഞാൻ വിലയിരുത്തിയാൽ അത് 0 ആണ്. ഡിഫറൻസ് വന്നില്ലെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ സാലറി എത്രയായിരുന്നു? ആദ്യത്തെ വരുമാനം അതിപ്പോൾ പറയാൻ പറ്റില്ല. അത് അപ്പുറത്തെ ഇപ്പുറത്തെ കൂടി താരതമ്യപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല. ഇപ്പം പ്രസൻറ്റ് എന്തുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. പഴയ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ തന്നെ മലയാളിക്ക് ഇഷ്ടമുണ്ട് യൂസഫിലേക്ക് എന്താണ് കഴിക്കുക? സാധാരണ മലയാളികൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടല്ലോ. എനിക്ക് ഞാൻ ഈ പുറത്ത് ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രെഡ്, അതുപോലെ കോൺഫ്ലേക്സ് വിത്ത് മിൽക്ക്, അതുപോലെ ചീസ്, അതൊന്നും എനിക്ക് തൃപ്തില്ല. എനിക്ക് കാലത്ത് പൂട്ട്, പഴം, അതല്ലെങ്കിൽ ഇഡ്ഡലി. അപ്പം ഇന്ന് കാലത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇഡ്ഡലി, അത് സാമ്പാർ. ആ സാമ്പാറിൽ കുറേ പച്ചക്കറി ഉണ്ടാവും. ആ പച്ചക്കറി കുറേ തിന്നും. സാമ്പാർ, ഉപ്പുമാവ്. അത് കാരണം ഞാൻ ഇറ്റലിയിൽ പോയിട്ട് മിലാനിൽ പോയപ്പോൾ അന്നുണ്ടായിരുന്നു ഒരു മലയാളി ഷോപ്പുണ്ട് അവിടെ. അതിന് ശേഷം വേറെ പലരും പോയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫോട്ടോ എടുത്തവർ ഫ്രെയിം ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു. അവർ ചെന്ന് എനിക്ക് പൂട്ടൊക്കെ ഉണ്ടാക്കി തന്നു. വളരെ സന്തോഷമായി. അല്ല, അത് ഓരോരുത്തരുടെ ഹാബിറ്റായിരിക്കും ഒരു പക്ഷേ. എന്നിരുന്നിട്ട് ഞാൻ പുറത്ത് പോയിട്ട് അത് കഴിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം വി ആർ ഫോഴ്സ്ഡ് ടു ടേക്ക് ദാറ്റ് പല സ്ഥലങ്ങളിലും പോയാൽ. പക്ഷെ കഴിയുന്നതും അതല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും സഹപ്രവർത്തകർ അവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കും, പൂട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. ഞാനതൊക്കെ കഴിക്കും. അവർക്കും സന്തോഷമായി. ഞാൻ വിയറ്റ്നാമിൽ പോയപ്പോൾ എൻ്റെ അവിടുത്തെ ഒരു മാനേജറുണ്ട്, മിറാഷ്. എല്ലായിടത്തും മലയാളികൾ തന്നെ മാനേജർമാർ. അവർ വീട്ടിൽ നിന്ന് പൂട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ വളരെ സന്തോഷമായി. കേക്ക് മുറിക്കലൊരു കുഴപ്പം എനിക്കില്ല. ആദ്യത്തെ അതാണ് എനിക്ക് ഉള്ളൊരു വിഷമമായിരുന്നു. നിങ്ങൾ ചോദിക്കുക എന്താ ഒരു പേഴ്സണൽ വിഷമം. ഞാൻ എൻ്റെ ഓഫീസ് തുർക്കിയിലുണ്ട്.
അവിടുത്തെ വലിയൊരു ഡോക്ടറായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒക്കെ ഒന്ന് വയ്ക്കാൻ ഇവിടെ. ആ സമയത്ത് തന്നെ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി. 6 മാസം എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. പിന്നെ കൊറോണയായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ അതങ്ങോട്ട് മറന്നു. ഇനിയിപ്പോൾ വേണ്ടാന്ന് വെച്ചു. അതെ, ഇനിയിപ്പോൾ വേറെ മുടി പെടുന്ന എടുത്തിട്ട് വിടാൻ വേണ്ടേ? ഇനി വേറെ ആരുടെങ്കിലും മുടി ഡോണർ ആ സമയം അങ്ങനത്തെ വലിയ ടെക്നോളജി വരണമെങ്കിൽ അപ്പം നോക്കാം, അന്ന് ആയുസ്സുണ്ടെങ്കിൽ.